കിണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്. ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ഒരു പണിയിലുണ്ടാവില്ലേ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്, പലരും പല വേദികളിൽ നിന്നൊന്ന് പറയുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ്, മതമാണ്, മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്. ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആള് തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ഒരു സോമിന്റെ വായിന്ന് വരുന്ന വാക്കുകളാണ് നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. ഇവനൊക്കെ സോമിന്റെ ആണോന്ന് സംശയമുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോൾ കുംഭമേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം മലപ്പുറത്ത് നടന്നു, തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിപ്പോൾ ആദ്യമായിട്ടാണ് കുംഭമേള എന്ന പേരിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് അവിടെ ഓരോ വർഷം കൂടുമ്പോൾ പരിപാടിയും ഉത്സവവും കാര്യങ്ങളൊക്കെ ആഘോഷമൊക്കെ നടക്കുന്നു. പക്ഷേ കുംഭമേള എന്നുള്ള പേരിൽ ഫസ്റ്റത്തെ ഒരു പ്രാവശ്യമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇത് ഞങ്ങളെ നടത്താൻ സമ്മതിക്കണില്ലേ, സർക്കാർ ഞങ്ങളെ എന്താ പറയുക പീഡിപ്പിക്കുന്ന, ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു തുടക്കത്തിൽ. ചില്ലറ പ്രശ്നമുള്ളൂ. അതായത് ഒരു പെർമിറ്റിൻ്റെ വിഷയം, പുഴൻ്റെ നടുവിൽ ഒരു പാലം കെട്ടേണ്ട ഒരു സംഭവമുണ്ട്. ആ പാലം റെഡിയാക്കിയിട്ട് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അത് ഓക്കെ ആയി. അതൊരു നിയമപരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. പക്ഷെ അതും വർഗീയവൽക്കരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ. കുംഭമേള നടന്നുകൊണ്ട് എന്തായിരുന്നു മെച്ചം നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കച്ചവടക്കാർക്ക് നല്ല മെച്ചങ്ങളുണ്ട്. അതായത് ഇത് നടന്ന ഈ പരിപാടി നടന്നുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടങ്ങൾ അതിൻ്റെ ചുറ്റും കാര്യങ്ങളൊക്കെ തിരക്കും കാര്യങ്ങളും ഒരു സെയിൽസും കച്ചവടമൊക്കെ കൂടി. ഇതെല്ലാ പ്രാവശ്യവും നടക്കണം. ഇത് ഇന്ന് 50,000 ആൾക്കാരാണെങ്കിൽ നാളെ 1,00,000 ആൾക്കാർ കുംഭമേളയിൽ പങ്കെടുക്കണം. എന്നാലേ ആ ഒരു നാടിന് മൊത്തത്തിലൊരു വികസനവും കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിലത്രേ ഉള്ളൂ. ഒരു പൂരം ഒരു നേർച്ച നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നാരങ്ങ സർബത്ത് കച്ചവടം, അച്ചാറ് കച്ചവടം, ഐസും കച്ചവടം, പല കച്ചവടങ്ങളുണ്ടാവും. അവർക്ക് നല്ല ലാഭവും പിന്നെ ഒരു ദർശനത്തിന് വരുന്ന ആൾക്കാർക്ക് ആ ഒരു പുണ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനത്രേ ഉള്ളൂ. അല്ലാതെ മലപ്പുറത്ത് ഇതാ ഞങ്ങൾ പലായനം ചെയ്യുകയാണ്, നിങ്ങളെങ്ങനെ ചെയ്യുക, എവിടെ നിന്ന് കിട്ടിയാളെ? ഇത്രയും നല്ല ദിവസങ്ങളുണ്ടായിട്ട് ശോഭാ സുരേന്ദ്രൻ എന്ത് പറഞ്ഞു, മലപ്പുറം നല്ല സഹകരണമാണ്. എത്ര ആൾക്കാർ കൊല്ലം തുളസി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് നടന്നപ്പോൾ അവനെ പോലുള്ള കീടങ്ങൾക്ക് സഹിച്ചിട്ടില്ല. കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രശ്നം ഉണ്ടാക്കാനും പറ്റിയില്ല. ഇവരെ വിചാരിച്ചെന്താ അറിയോ, ഇത് പരിപാടിയൊക്കെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാൻസ്, ഗോൾഡൻ ചാൻസ്, ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിച്ച് നടന്നവന് സത്യം പറഞ്ഞാൽ നിരാശനായെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താ പറയുക, ഒരു പ്രശ്നം പോയിട്ട് ഒരു തരി കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പരിപാടി അവസാനിച്ചപ്പോൾ ഇവനെപ്പോലുള്ള കാഷായ വർഗീയവാദികൾക്ക് കുരുപൊട്ടി. അപ്പോൾ അവന് പറയാം, ഓ കുംഭമേള അത് ഞാൻ മലപ്പുറത്തിൽ നിൽക്കണേ, നിങ്ങൾക്ക് അറിയില്ലേ മലപ്പുറത്ത് എന്താ സംഭവിക്കണേ, മലപ്പുറത്ത് എന്താ സംഭവിക്കണേ, ഈ ഒരു മാസം കൂടെ നിൽക്ക്. ഇവനൊന്നല്ല, ഇവൻ്റെ തലയിൽ മതം തലയിൽ കയറിയതാണ്. മതം തലയിൽ കയറിയിട്ട് ഭ്രാന്താവില്ലേ. അതായത് ബാക്കിയുള്ളവരൊന്നും കണ്ണെടുത്താൽ കാണാത്തൊരവസ്ഥ, ആ ഒരു ഭ്രാന്തിലേക്ക് എത്തിയതാണ് ഈ സന്യാസി. പറയാതൊക്കെ നിർവാഹമില്ല. കാരണം എന്താ പറയുക, ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ പരിപാടിയാണ് നടന്നപ്പോൾ ഇവനക്ക് കുരു പൊട്ടി. പിന്നെ ഇനിയൊന്നും പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ അവസാന ദിവസം വന്നുകാണ്ട് ലഡു പൊട്ടിച്ചു, വർഗീയത പറഞ്ഞു. എന്നാലല്ലേ 4 ആൾ അറിയുള്ളൂ, 4 റീച്ചും കിട്ടുള്ളൂ. ഇവനെ ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അറിയില്ല ഈ പ്രസംഗിക്കേണ്ട ആൾ ആരാന്ന്. അപ്പോൾ 4 ആൾ അറിയണം. ഇപ്പോൾ ഷിംജിത അന്ന് ബസ് കാണിച്ച പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരികിട പരിപാടി ഇട്ടിട്ട് എന്തെങ്കിലും വർഗീയ വിഷവിത്ത് അവിടെ പാകിയിട്ടോ അവനോട് നീച്ചു പോയി. അപ്പോൾ ചുറ്റും കേൾക്കേണ്ട ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇവനിങ്ങനെ പച്ച വർഗീയത മൈക്കും വിളിച്ചുകൊണ്ട് കൂവുമ്പോൾ ഇവനെപ്പോലുള്ള ആൾക്കാരെ കേൾക്കാനും ആൾക്കാരുണ്ടല്ലോ. അല്ല, കേട്ടിട്ട് ആൾക്കാർ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ ഒഴിവാക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇവനെപ്പോലുള്ള ലോക മന്ദബുദ്ധികൾ സന്യാസി എത്ര അധപ്പതിച്ചു. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഊര് പൊട്ടും, സ്വാഭാവികം. കാരണം എന്താ, അവർക്കറിയില്ല അവിടെ എന്താ നടക്കുന്നത്. അപ്പോൾ ഭയങ്കര പലായനമാണ് ഇവിടെ നടക്കുന്നത്. പലായനാണ് ഊട്ടിക്കും കൊടൈക്കനാലിനും മൈസൂർക്കൊക്കെ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു പലായനം നടക്കുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ച്
അല്ല ഇവനെ പോലുള്ള ആൾക്കാരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കണം കേട്ടോ. കാരണം എന്താ പറയുക, ഇതിങ്ങനെ ഒരു വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതേപോലെ വേറൊരാൾ വന്ന് പ്രസംഗിക്കും. ഇതിന് മതം 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 ഇതിങ്ങനെ ഛർദ്ദിക്കുക, 4 നേരം 5 നേരം ഇങ്ങനെ ഛർദ്ദിക്കുക, വേറെ ഒന്നും ഇവനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ സ്വാമി പറയാനുള്ളത് എന്താ വെച്ചാൽ കണക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ വേറെ പല പണി നോക്കിക്കൂടെ, വേറെ എന്തൊക്കെ പണിയുണ്ട്, ഒന്നുമില്ലെങ്കിൽ കുറച്ച് വാഴയ്ക്ക് തടട്ട് കൊടുക്ക്. അല്ലാതെ ഇപ്പോൾ ഒന്നും നടന്നില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് ദിവസം വന്നു കണ്ട് അവിടെ വിരകി, അത്രയും കാണുള്ളൂ, വേറെ ഒന്നുമില്ല.